കോവയ്ക്കയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പിഞ്ച് കോവയ്ക്കയാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മീൻതോരൻ്റെ ടേസ്റ്റിൽ ഒരു കോവയ്ക്ക തോരൻ തയ്യാറാക്കുകയാണ്. അതിനായി ഞാൻ കുറച്ച് കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക് 3-4 അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ തിരുമിയത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മുളക് പൊടി, പുളിയും ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കടുക്. ഇനിയും തോരൻ തയ്യാറാക്കാൻ പോകാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ എടുത്തു വെച്ചിരിക്കുന്ന സ്വല്പം വെള്ളം, പുളിയും ഉപ്പും കൂടെ ചേർന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വേണ്ട, ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഇളക്കി ചെറുതീയിൽ വേവിച്ചെടുക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. വെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വാങ്ങാം. ഈ കോവയ്ക്കാത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.